ഹലോ, എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മൾ ഡിസ്പ്ലേ കണ്ടാൽ തന്നെ മനസ്സിലാകും. നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ സാരീസ് ആണ്. ബ്ലോക്ക് പ്രിന്റ് വരുന്ന മൽമൽ കോട്ടൺ സാരീസ് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന മൽമൽ കോട്ടൺ സാരീസ് ആണ്. ഇത് ബാഗ്രു ബ്ലോക്ക് പ്രിന്റ് വരുന്ന സാരീസ് ആണ്. അതുപോലെ നാച്ചുറൽ ഡൈ ഒക്കെ വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയർ യൂസ് ചെയ്യാവുന്ന ഒരു സാരി കളക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്ന സാരീസിന് വളരെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ കാണിക്കുന്ന എല്ലാ സാരീസും സിംഗിൾ പീസേ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ ഡിസൈനും ഒറ്റ പീസ് മാത്രമേ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാരി തന്നെ പരിചയപ്പെടാം. ഇത് ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നമ്മൾ ബ്ലാക്കിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് നമ്മൾ ഉടുത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം ഫ്ലോയി ആണ്, എത്രമാത്രം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് കണ്ടോ, ലൈറ്റ് വെയിറ്റ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ്. നമുക്ക് ആ ഒരു കോട്ടൺ ഫാബ്രിക് നോർമലി യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരുടെയും കംപ്ലൈന്റ് ആണ് അത് ഭയങ്കരമായിട്ട് ചുളുങ്ങി പോകും, അല്ലെങ്കിൽ നമുക്ക് അലക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, സ്റ്റാർച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് മൽമൽ കോട്ടൺ. വളരെ ഫ്ലോയി ആയിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനും ഈസി ആയിട്ട് വെയർ ചെയ്യാനും അതുപോലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്ന കളക്ഷൻ ഓഫ് സാരീസ് ആണ്. ഇതിനകത്തെ ആ ബ്ലോക്ക് പ്രിന്റിന്റെ ആ എലഗൻസ് നമുക്ക് ഈ ഒരു സാരിയിൽ തന്നെ ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫുൾ ബോഡി പോർഷനിലും ഇതുപോലെ ആ ഒരു ബ്ലോക്ക് പ്രിന്റ് പാറ്റേൺ വന്നിട്ട് പല്ലു പോർഷൻ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിനകത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. നമ്മൾ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഉള്ളിലായി പോയിരിക്കുന്നതാണ്. ബ്ലൗസ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ പോൾക്ക ഡോട്ട്, റെഡ് പോൾക്ക ഡോട്ട് വരുന്ന ഒരു പാറ്റേണിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഈ സാരീസിന്റെ എല്ലാം നമ്മൾ കാണിക്കാൻ പോകുന്ന എല്ലാ പീസസിലും ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വരുന്നത്. ഞാൻ ഓൾറെഡി പിന്നെയും പറയുവാണ്, നല്ല പ്യൂർ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു കോട്ടന്റെ ത്രെഡ് എന്ന് പറയുന്നത് 90 to 80 വരുന്ന ത്രെഡ് വീവിംഗ് ആണ് വരുന്നത്. ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ പീസ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും മാജിക്കൽ ആയിട്ട് വരുന്നത്. 1199 അതിന്റെ പ്രൈസ് വരുന്നത്. അതായത് 1199 റുപ്പീസ് മാത്രമേ ഈ സാരീസിന് വരുന്നുള്ളൂ. ഇത്ര എലഗന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. പിന്നെ നമുക്ക് 30+ ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ഡിസൈൻസും സിംഗിൾ പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് അനുസരിച്ച് കൂടുതൽ പ്രിന്റ്സ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു 30 പീസോളമാണ് നമ്മൾ ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വരുന്നൊരു സാരിയാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ട് ചെറിയ പ്രിന്റ്സ്, നമ്മളിപ്പോ കണ്ട ഈ പ്രിന്റ് വലിയ പ്രിന്റ്സ് ആയിരുന്നു. ചെറിയ പ്രിന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി അജ്രക് പ്രിന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. അജ്രക് ബ്ലോക്ക് പ്രിന്റ് വന്നിരിക്കുന്ന ഒരു കോട്ടൺ സാരിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു നമ്മുടെ മൊഡാൽ സിൽക്കിലൊക്കെ വരുന്ന ആ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. പ്യൂർ കോട്ടൺ സാരിയിൽ ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നതാണ്. ഇത് ഇതിന്റെ ബോഡി പോർഷനിലാണ്. ബോഡി പോർഷനിൽ ഇതുപോലെ ഒരു ബോർഡർ വന്ന് ബോഡി പോർഷൻ ഫുള്ളും ഈ ഒരു ബ്ലാക്ക് ചെറിയ പ്രിന്റ് വരും. ഇതിന്റെ പല്ലു പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലുവിൽ ഇച്ചിരി വലിയ ലൈൻസ് ഡിസൈൻസ് ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ഇതിനും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഓഫ് വൈറ്റ് ബേസ് ഷെയ്ഡിൽ റെഡ് ഡിസൈൻസ് വെച്ചിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം താല്പര്യമില്ല, ഇത്രയും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് നല്ല ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. നമ്മുടെ കയ്യിലൊക്കെ നോർമലി ബ്ലാക്ക് ബ്ലൗസോ റെഡ് ബ്ലൗസോ ഒക്കെ ഉണ്ടാവും. അത് വെച്ച് പെയർ ചെയ്താൽ മതി. ഡെയിലി വെയർ കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ സാരീസും നമ്മുടെ കയ്യിലുള്ള ബ്ലൗസ് ഒക്കെ വെച്ച് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന, ഇതിനു വേണ്ടി നമുക്കൊരു ബ്ലൗസ് പോലും എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പം ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അക്കോബ ബ്ലൗസ്, വൈറ്റോ ബ്ലാക്കോ ഒരു അക്കോബ ബ്ലൗസ് മാത്രം മതി കാണിച്ചിരിക്കുന്ന വരുന്ന എല്ലാ സാരീസും പെയർ ചെയ്യാനായിട്ട്. അതിപ്പോ നോർമലി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ റെഡോ, ഇതിനകത്തൊരു ഗ്രേ വർക്ക് അതിന്റെ ഈ ബോർഡർ വന്നിരിക്കുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത്. കുറച്ച് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റ് എപ്പോഴും നമുക്ക് ഒരു നല്ലൊരു എലഗൻസ് തരുന്നൊരു സാരീസ് ആണ് ബ്ലോക്ക് പ്രിന്റ്. അതുപോലെ നമ്മൾ ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഡൈ, അതായത് ബ്ലോക്സ് വരുന്നത് കളേഴ്സ് വെച്ചിട്ടാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വാഷ് എപ്പോഴും എല്ലാ സാരീസും ഡ്രൈ ക്ലീൻ ആണ് നല്ലത്. ഈ സാരീസ് ആണെങ്കിൽ ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ ചെയ്യുക. ഇനി അങ്ങനെ അല്ല, ഇപ്പം ഇതുപോലെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോട്ടൺ സാരീസ് വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കളർ ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും. ഷോപ്പിലൊക്കെ നോർമൽ എല്ലാ ഷോപ്സിലും വാങ്ങിക്കാൻ കിട്ടും ഒരു കളർ ഗാർഡ് എന്ന് പറഞ്ഞൊരു ലിക്വിഡ്.
അപ്പോൾ നമ്മൾ അതിനകത്തൊരു 10 minutes അതിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം കളർ ഗാർഡ് വെച്ചിട്ട് വാഷ് ചെയ്യുക. ബെറ്റർ നമ്മൾ ഇതിപ്പം ഫാക്ടറിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പം ബെറ്റർ നമ്മളിത് ഫസ്റ്റ് ടൈം തന്നെ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത്. ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കുഴപ്പമില്ല, എന്നാലും അങ്ങനെയായിരിക്കും ആ ഒരു സാരി. ഈവൻ നമുക്ക് ഈ ഷെയ്ഡ്സിലൊന്നും പ്രശ്നം അങ്ങനെ വരത്തില്ല. ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേനും അതിന്റെ ഡൈ കുറച്ചും കൂടെ ഒരു ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഡൈ ആ കൂടുതലും. ബ്ലൂ ഷെയ്ഡ്സ് അതുപോലെ ഇച്ചിരി ഒരു വൈൻ ഷെയ്ഡ് അങ്ങനത്തെ ഷെയ്ഡ്സിലൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഡൈസാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ കളർ ഗാർഡ് മുക്കി ഒന്ന് കുറച്ചു നേരം വെച്ച് വാഷ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ലത്. അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഡെയിലി വെയറിൽ ഇങ്ങനെ സാരീസ് വാങ്ങിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അതൊക്കെ ഉപയോഗിച്ച്. അപ്പം നമ്മൾ സെക്കൻഡ് കാണിക്കുന്ന ഈ ഒരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ സാരിയാണ്. ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നമ്മുടെ ഇൻഡിഗോ കളക്ഷനിലൊക്കെ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണല്ലോ ഇപ്പൊ ഈ ഇൻഡിഗോ കളക്ഷൻസ് വരുന്നത്. ആ ഒരു പാറ്റേണിൽ വരുന്നൊരു സാരിയാണിത്. ഇതാണ് ഈ ഒരു സാരി. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. അതായത് ഈ ബോഡിയുടെ ഒരു ഹാഫ് പോർഷൻ ഇതുപോലെ ലൈറ്റ് ബ്ലൂ ഈ ഒരു പാറ്റേണിൽ ഇതിന്റെ പ്രിന്റ് വരുന്നത്. ബോട്ടം പോർഷനിൽ വരുമ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫ്, അതായത് ബോട്ടം പോർഷനിലോട്ട് വരുന്ന പോർഷൻ വരുന്നത് ഇതുപോലത്തെ ലൈൻസും ഈ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലും വരുന്ന പോലെയാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത്. ഫുൾ സാരി ഇങ്ങനെയാണ് വരുന്നത്. ഒരു ജോമെട്രിക്കൽ ഡിസൈനിൽ വരുന്ന ഒരു സാരിയാണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു വരുന്നത് ഇതുപോലെ ജസ്റ്റ് ലൈൻസ് ആയിട്ടാണ്. ഈ സാരീസ് ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതിലും അതിന് ഭംഗി അറിയണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഉടുത്ത് കാണിക്കണം. നമുക്ക് ഓരോ സാരീസും ഇതിങ്ങനെ ഉടുത്ത് കാണിക്കാനോ അല്ലെ വെച്ച് കാണിക്കാനോ പോകുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും. ഞാൻ മാക്സിമം സാരീസ് ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് പെട്ടെന്ന് കാണിച്ചു വിടുന്നത്. നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഉടുത്ത പിക്സ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാരിയുടെ ഫുൾ ഒരു ക്ലിയർ ഒരു വ്യൂ കിട്ടും. അതുകൊണ്ടോ ഇങ്ങനെ ഇതിന്റെ ഫുൾ ബോഡി പോർഷൻ വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. പല്ലു പോർഷൻ വരുന്നത് ഇതുപോലെ ഈ ഒരു ലൈൻസ് വരുന്ന ഒരു പാറ്റേൺ അതിന്റെ പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് വരുന്നത് ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറില കോൺട്രാസ്റ്റ് ആയിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ നമുക്ക് ആ ഓൾറെഡി ചെസ്റ്റ് പോർഷനിലൊക്കെ വരുന്ന ആ ഇതുകൊണ്ട് ഈ ഒരു ബ്ലൂ ഇല്ലേ, ഈ ബ്ലൂവിൽ വൈറ്റ് ഡിസൈൻ വരുന്നത് പോലെ നമ്മുടെ ചുങ്കിടി ബാന്തിനി പ്രിന്റ് ഒക്കെ വരുന്ന ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിന്റെ വിത്ത് ബ്ലൗസ് ഇട്ട് വെയർ ചെയ്യുമ്പോഴായിരിക്കും ഇത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആയത്. ഈ ബ്ലൗസ് ഒക്കെ നമുക്ക് വേറെ സാരീസിനും പെയർ ചെയ്യാൻ നല്ല. ഈ ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് ബ്ലൗസ് സാരീസിന്റെ കൂടെ ഈ ബ്ലൗസ് പെയർ ചെയ്യാനായിട്ടും പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഈ സാരീസിനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കാണിക്കുന്ന നെക്സ്റ്റ് സാരി. ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സെയിം സാരി തന്നെ മെറൂൺ ഷെയ്ഡിലും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സെയിം ഡിഫറൻസ് ഒന്നുമില്ല. ബ്ലൂവിന് പകരം മെറൂൺ ഷെയ്ഡ് വന്നിരിക്കുന്നതാണ്. വേണ്ടോ സെയിം ആ ഒരു ബ്ലൂവിന് പകരം മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്ലൂ മെറൂണ് വൈൻ ഷെയ്ഡ്സ് അങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡൈ ട്രാൻസ്ഫറബിൾ ആവാതെ സൂക്ഷിച്ച് തന്നെ നമ്മൾ അത് വാഷ് ചെയ്യണം. അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴത്തേനും ഇത് മിക്സ് ആകും. അത് കോട്ടൺ തുണി ആയതുകൊണ്ടും നാച്ചുറൽ ഡൈ ആയതുകൊണ്ടും അത് സ്വാഭാവികമായി സംഭവിക്കും. നമ്മൾ കളർ ഇളകുന്നു, തുണി ഡാമേജ് ആണ്, അല്ലെങ്കിൽ ഇത് ക്വാളിറ്റി ഇല്ലാത്തതാണ്, അങ്ങനെയല്ല. ഏറ്റവും ക്വാളിറ്റി കൂടി ഏറ്റവും നല്ല സാരി മെറ്റീരിയൽ ആണ്. പക്ഷെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നാച്ചുറൽ ഡൈ ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് ഇട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡൈ ട്രാൻസ്ഫർ ചെയ്ത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വാഷ് ചെയ്യണം. ബാക്കി മറ്റു തുണികളുടെ കൂടെ ഇട്ട് വാഷ് ചെയ്യാതെ. അതുപോലെ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യാൻ പറ്റുന്നവർ ഡ്രൈ ക്ലീൻ തന്നെ ചെയ്യണം. അപ്പം നമുക്കിതെല്ലാം ആ ഒരു 1199 പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് വീണ്ടും ഒരു ഇൻഡിഗോ സാരി കളക്ഷൻ ആണ്. ഒരു ജോമെട്രിക്കൽ പ്രിന്റ് തന്നെ ഇതിനും വരുന്നത്. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ജോമെട്രിക്കൽ പ്രിന്റ് വരുന്നൊരു സാരിയാണ്. ആ ഒരു ഇൻഡിഗോ കളർ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഈ ഒരു സാരി നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും കുറച്ചൊരു ഹാഫ് പോർഷൻ വരുമ്പോൾ തൊട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു വെർട്ടിക്കലി ഈ ഒരു സിക്സാക് ഡിസൈന് ഈ സാരിയുടെ തുടക്ക ഭാഗത്തിന് വരുന്നില്ല. തുടക്ക ഭാഗമൊക്കെ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഈ ബോർഡർ രണ്ട് സൈഡിലും ബോർഡറാണ് വരുന്നത്. ഒരു ഹാഫ് പോർഷൻ നമ്മുടെ ഫ്ലീറ്റ്സ് വരുന്ന ഭാഗം, ഫ്ലീറ്റ്സ് കഴിയുന്ന ഭാഗം തൊട്ട് ഇങ്ങനെ ഒരു വെർട്ടിക്കലായിട്ട് ഈ ഒരു സിക്സാക് പാറ്റേണിൽ ഒരു ലൈൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സാരി വരുന്നത്. അതുപോലെ ഈ സാരിയുടെ പല്ലു വരുമ്പം ഇതുപോലെ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ഇതിന്റെ പല്ലു വരുന്നത്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കളക്ഷൻ വരുന്ന തന്നെയാണ് ഈ ഒരു ഇതെല്ലാം ബാംഗ്ലൂർ പ്രിന്റ് ആണ്. ജയ്പൂരി കോട്ടൺ വരുന്ന ജയ്പൂർ കോട്ടൺ വരുന്ന ബാംഗ്ലൂർ പ്രിന്റ് ആണ്. മൽബൽ കോട്ടൺ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള 90 to 80 ത്രെഡ് വീവിൽ വരുന്ന പ്യുവർ കോട്ടൺ സാരീസ് ആണ്. ഇതിനകത്ത് ബ്ലൗസ് വരുന്നത് എൻ്റയർലി ഒരു കോൺട്രാസ്റ്റ് ഡിസൈനിൽ വരുന്ന ഒരു ഡിസൈൻ ആണ്. ഇത് കണ്ടോ, ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ്. ഇത്രയും ജോമെട്രിക്കൽ പ്രിന്റ് ഉള്ള ഒരു സാരിക്ക് നല്ല ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു ബ്ലൗസ് ആണ്. നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലൊരു ഹക്കോബ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഈ സാരിയൊക്കെ പെയർ ചെയ്യാനായിട്ട് ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു ഹക്കോബ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യാനായിട്ട് ഇത് മാത്രം മതി. സാരി നല്ല, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും ഡ്രേപ്പ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും ഈസി ആയിട്ടുള്ള മെറ്റീരിയൽ, ഒതുങ്ങി കിടക്കും, ചൂടെടുക്കത്തില്ല, ഈസി ആയിട്ട് വാഷ് ചെയ്യാം, എല്ലാം പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനിൽ വരുന്ന സാരീസ് ആണ്. ഈ ഒരു സാരിക്കും നമുക്ക് ഒരു കളർ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. നേരത്തെ സാരിയിൽ കണ്ടതുപോലെ തന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു മെറൂൺ ആണ്. സെയിം റിപ്പീറ്റ്, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. സെയിം ഡിസൈൻ തന്നെ, സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു 6 ആക്ക് പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ പല്ലു പോർഷൻ വരുമ്പോഴത്തേനും ഇതുപോലെയാണ് വരുന്നത്. ഫുൾ സാരിയിലും ഈ ഒരു ബോർഡർ വരും, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ആ ഒരു ബോർഡർ വരും. ആ ഒരു 6 ആക്ക് പാറ്റേൺ തുടങ്ങുന്നത് സാരിയുടെ ഹാഫ് പോർഷൻ തുടങ്ങുമ്പോൾ തൊട്ടാണ്. അതുവരെ ബോഡി പ്ലെയിൻ ആയിരിക്കും, രണ്ട് സൈഡിലും ബോർഡേഴ്സ് മാത്രമേ വരത്തുള്ളൂ. ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ആണ് ഈ ഒരു സാരി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു ജോമെട്രിക്കൽ പ്രിന്റ് വരുന്ന ഒരു ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. ഒരു നമ്മളെപ്പോഴും കാണാറുള്ള കളർ കോമ്പിനേഷൻ, ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഒരു ബോർഡറിൽ ഇതുപോലെ ബ്ലൂ കളർ ആ ഒരു 6 ആക്ക് പാറ്റേണിൽ വരുന്നത് പോലെ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ വരുന്ന പോലത്തെ ബോർഡേഴ്സ് വരും. ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഗ്രീനും വൈറ്റും കൂടെ ഉള്ള 6 ആക്ക് പാറ്റേണിൽ വരുന്ന ജോമെട്രിക്കൽ ഡിസൈനിൽ വരുന്ന ഒരു സാരിയാണ്. ഫുൾ സാരിയിലും ഈ ഒരു ബോഡി പോർഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിന്റെ പല്ലു പോർഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കളറിൽ ഈ ഒരു സർക്കിൾ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഡിസൈൻ തന്നെ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ഒരു സാരി വരുന്നത്. ഈ സാരിയിലെ ബ്ലൗസ് ഇതിനകത്ത് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുവാണ്. ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്കിൽ വൈറ്റ് ഡിസൈൻ വരുന്ന പോലെയാണ് ഇതിനകത്ത് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ജോമെട്രിക്കൽ ഡിസൈനിൽ ഇതിനകത്ത് വരാത്തൊരു എൻറ്റയർലി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു ബ്ലൗസ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ബ്ലൗസ് സാരീസിന് ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സെയിം കളർ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലൂ ഷെയ്ഡ് ബ്ലൗസോ ഈവൻ ഈ പറഞ്ഞ പോലെ ഈ വൈറ്റ് കളറിലെ അക്കോബ ബ്ലൗസോ ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം 1199 പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ്സ് കോട്ടൺ മൽമൽ കോട്ടൺ സാരീസ് ആണ്. ഈ സെയിം സാരിയുടെ വേറൊരു കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതും ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ബ്ലാക്കും ഗ്രേയും കൂടെ ഉള്ള ഒരു ബോർഡറും ഗ്രീനും വൈറ്റും കൂടെ വരുന്ന പോലത്തെ ഒരു പാറ്റേണിൽ വരുന്നതാണ്. ബ്ലൗസ് വരുമ്പോൾ സെയിം തന്നെ മെറ്റീരിയൽ, സെയിം കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് തന്നെയാണ് സെയിം വരുന്നത്. സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതുപോലെ ഫുൾ ആ ഒരു ഗ്രീൻ വൈറ്റ് 6 ആക്ക് പോർഷനിലാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. പല്ലു പോർഷൻ വരുമ്പോഴത്തേനും ഇതുപോലെ ആ ജോമെട്രിക്കൽ ഡിസൈൻ വരുന്ന ബ്ലാക്കിൽ ഗ്രേ വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. നല്ല ലൈറ്റ് ഷെയ്ഡ്സും ബ്രൈറ്റ് ഷെയ്ഡ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇതേ സാരിയിൽ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ്, പക്ഷെ ബോർഡർ ഡിഫറെന്റ് ആണ്. ഡിസൈനിന്റെ ബോഡി പോർഷൻ മാത്രം ഏകദേശം ഒരു സിമിലർ ആണെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന സാരി പോലെ റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനകത്ത് ഇത് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഇതുപോലെ ബ്ലാക്കിൽ വൈറ്റ് കളറിലെ ഒരു 6 ആക്ക് പാറ്റേൺ ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതെല്ലാം ജോമെട്രിക്കൽ പ്രിന്റിൽ വരുന്ന ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻസ് ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കോമ്പിനേഷൻ ഈ ഒരു സാരി തമ്മിൽ നന്നായിട്ട്
പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പാറ്റേൺ സാരിയാണ്. രണ്ടും ഡിഫറെൻറ്റ് ഡിസൈൻ ആണേ ഉള്ളൂ, കളർ കോമ്പിനേഷൻ സെയിം ആണ്. ഇതിൻ്റെ പല്ലു പോർഷൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പല്ലു പോർഷനാണ്. ഇതുപോലെ ലൈൻസ് വരുന്ന പോലെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ലൈൻസ് വരുന്ന പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇതിൽ ബ്ലൗസ് വരുമ്പോഴത്തേനും പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ആണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. എല്ലാം സെയിം മെറ്റീരിയൽ വരുന്ന സെയിം ആ ഒരു ബ്ലോക്ക് പ്രിന്റ് സാരീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ, പിങ്ക് ബ്രൗൺ ഷെയ്ഡ് കോമ്പിനേഷനിലൊക്കെ വരുന്ന ഒരു സാരിയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, നമ്മൾ നോർമലി കാണുന്ന പോലെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് അല്ലാതെ സെയിം കളർ ബോർഡർ പോർഷനിൽ ലൈൻസ് പാറ്റേണിൽ ആ ഒരു ബോർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്ന പോലത്തെ ഒരു പാറ്റേൺ സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഒരു മാംഗോ ഡിസൈൻ, ഒരു മെറൂണിഷ് ഷെയ്ഡിലാണ് ഈ ഒരു മാംഗോ ഡിസൈൻ ഫിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്ലോക്ക് പ്രിന്റിലൊക്കെ നോർമലി കാണുന്ന ഇതുപോലത്തെ ഒരു മാംഗോ ഡിസൈൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോർഡറിൽ വരുമ്പോൾ രണ്ട് ബോർഡറിലും ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് ഇതിന്റെ ബോർഡർ കോൺട്രാസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബോർഡറിന്റെ അതേപോലെ തന്നെ ഇതിന്റെ പല്ലു വരുന്നത്. പല്ലുവിലോട്ട് വരുമ്പോഴത്തേനും സെയിം ആ ഒരു ബോർഡർ അതേപോലെ തന്നെ ഇതിന്റെ പല്ലു വരും. ഇതിന്റെ ബ്ലൗസ് ആണ് ഏറ്റവും ഭംഗിയിൽ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. ആ ഒരു പിങ്ക് ഷെയ്ഡിൽ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നത് പോലെ ഈ ഒരു രീതിയിൽ അതിന്റെ ബ്ലൗസ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരീസ് ഒക്കെ കാണാനായിട്ട്. ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പല്ലുവും ബോഡി പോർഷൻ്റെ ഇത്രയല്ലേ കാണിക്കുന്നുള്ളൂ. ഇത് ഉടുത്ത് കഴിഞ്ഞാലേ അതിന്റെ സാരിയുടെ ആ ഒരു എലഗൻസ് നമുക്ക് ശരിക്കും അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർ കോമ്പിനേഷൻസും നല്ല മെറ്റീരിയലുമാണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഇൻഡിഗോ കളക്ഷൻ. നമുക്ക് ഒത്തിരി ഇൻഡിഗോ കളക്ഷൻ സാരീസ് ഉണ്ട്. നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഇൻഡിഗോ കളക്ഷൻസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച പ്രകാരം നമ്മൾ ഈ ഒരു പാറ്റേണിൽ കുറേ ഇൻഡിഗോ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ സാരിയാണ്. നോർമലി നമ്മൾ കണ്ടുവരാറുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പം നമ്മൾ നോർമലി കണ്ടുവരുന്നതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട്, നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജയ്പൂർ കോട്ടൺ, മൽമൽ കോട്ടൺ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഞാൻ പിന്നെയും എടുത്തു പറയുന്നത് ഈ ഒരു ത്രെഡിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 90 to 80 സെന്റിമീറ്റർ, 80 ഇതെന്ന് പറയുന്നത് ത്രെഡ്സ് എന്ന് പറയുന്ന കൗണ്ടിലാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ആ 90 to 80 എന്നുള്ള ആ ഒരു ത്രെഡ് കൗണ്ടിൽ ആ ഒരു തുണിയുടെ ക്വാളിറ്റി എത്രയാണ്. അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന തുണിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, മൽക്കോട്ടൺ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. ഒരു നല്ലൊരു കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഒരു ഡിസൈൻ വരുന്നത് പോലെ ഒരു പാറ്റേൺ ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. ഇതിന്റെ പല്ലു അതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു. ഇതുണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത്. ഈ സാരി എല്ലാം 1199 പ്രൈസ് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഈ സാരിയൊക്കെ ഈ പറഞ്ഞ പോലെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്. ഇതിന് ശരിക്കും ഈ പറയുന്ന ബ്ലൗസ്, ഈ ഒരു സെയിം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇതൊരു കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്തുകൊണ്ട് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പാറ്റേൺ വരുന്നത്. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വേറെ സാരീസിനൊക്കെ കൂടെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബ്ലൗസ് വരുന്നത്. ഈ സാരിയുടെ കൂടെ നല്ല ഭംഗിയാണ്, ഇല്ലെന്നല്ല. എന്നാലും വൈറ്റ് കളറിലെ അക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എലഗന്റ് ആയിട്ട് ഈ ഒരു സാരി വരും. ഈ ഒരു സാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഇൻഡിഗോ സാരി തന്നെ നമ്മൾ കാണിക്കുന്നത്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. ഇപ്പം നമ്മൾ കാണിച്ചതിൽ കൂടുതലും ആ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസും അതുപോലെ വേറെ വേറെ പാറ്റേൺസ് ഒക്കെയാണ്. ഫ്ലോറൽ ഡിസൈൻസ് വളരെ കുറവായിരുന്നു. ഇപ്പം ഇതൊരു ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ സാരീസ് ഒക്കെ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി തന്നെയാണ്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല വർത്തായിരിക്കും. പിന്നെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട സാരി, ഡൈബിൾ സാരീസ് എല്ലാം വാഷ് ചെയ്യേണ്ട രീതി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പാറ്റേണിൽ തന്നെ സാരീസ് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഒത്തിരി നാൾ, എത്ര നാൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മുടെ വാർഡ്രോബിൽ പറ്റുന്നില്ല. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല, ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും ഈ സാരി വീണ്ടും വീണ്ടും ബ്യൂട്ടിഫുൾ ആയി വരത്തേ ഉള്ളൂ. അത്രയും നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന സാരീസാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോഡി പോർഷനാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്.
ഇത് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനും ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വന്നിരിക്കുന്നത്, ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പാറ്റേണിൽ ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. വൈറ്റിൽ തിരിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട്, അതായത് ബ്ലൂവിൽ വൈറ്റ് വരുന്ന പോലത്തെ സാരിയും വൈറ്റിൽ ബ്ലൂ വരുന്ന പോലത്തെ ബ്ലൗസും വന്നിരിക്കുന്നത്. അപ്പം തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ടാവും വീഡിയോ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ 30+ സാരീസ് ഡിസൈൻസ് ഉണ്ട്. നമുക്ക് 2 പാർട്സ് ആയിട്ട് ഈ ഒരു സാരീസ് കാണാം. അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്യാനായിട്ട്. നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഈ സാരീസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വിളിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ ബാക്കി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.